ബ്രേക്കിംഗ് ന്യൂസ് തുടരുന്നു. സംസ്ഥാനത്ത് കീറാമുട്ടിയായ പ്രതിപക്ഷ ഉപനേതൃ പദവി തർക്കത്തിൽ വീണ്ടും സിപിഐ കേന്ദ്ര നേതൃത്വം ഇടപെടുകയാണ്. സിപിഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബിയുമായി സിപിഐ ജനറൽ സെക്രട്ടറി ഡി. രാജ സംസാരിക്കും. പ്രതിപക്ഷ ഉപനേതൃ പദവി വിട്ടുനിൽക്കാത്ത സിപിഐഎം നിലപാടിൽ കടുത്ത അതൃപ്തിയിലാണ് സിപിഐ നേതൃത്വം. ഇന്നലെ പിണറായി വിജയൻ നടത്തിയ പ്രതികരണത്തിലൂടെ മുന്നണി മര്യാദ ലംഘിക്കപ്പെട്ടെന്ന നിലപാടിലാണ് സിപിഐഎം വഴങ്ങിയില്ല എങ്കിൽ നിലപാട് കടുപ്പിക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും തീരുമാനം. LDF പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കാൻ ഉൾപ്പെടെ ആലോചിക്കുന്നു. അടുത്ത മാസം ചേരാനിരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് നേരത്തെ ചേർന്നേക്കുമെന്നുള്ള വിവരങ്ങളുമുണ്ട്. YS അഭിനന്ദും റഹീസ് റഷീദുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം അഭിനന്ദിലേക്ക്. അഭിനന്ദ്, ഇപ്പോൾ CPI CPM പ്രതിപക്ഷ ഉപനേതൃ പദവി തർക്കം അത് കേന്ദ്ര നേതൃത്വം ഏറ്റെടുക്കുകയാണോ? CPI ജനറൽ സെക്രട്ടറി CPM ജനറൽ സെക്രട്ടറിയെ കാണാനിരിക്കുന്നു എന്ന് പറയുന്നു. ആ കൂടിക്കാഴ്ച എപ്പോഴായിരിക്കും അഭിനന്ദ്? സ്മൃതി, ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിലപാട് വ്യക്തമാക്കിയതോടുകൂടിയാണ് CPIയുടെ ദേശീയ നേതൃത്വത്തിന് ഇടപെടൽ വന്നിരിക്കുന്നത്. കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന നേതൃത്വം സമീപിക്കുകയും ചെയ്തിരുന്നു. അതായത് ദേശീയ നേതൃത്വം പറഞ്ഞത് ഇപ്രകാരമാണ്: LDFന് കക്ഷിനില പരിശോധിക്കുകയാണെങ്കിൽ 26 സീറ്റുകളാണ് CPIMനുള്ളത്. 8 സീറ്റുകൾ CPIക്കുണ്ട്, ഒരെണ്ണം RJDക്കും. സ്വാഭാവികമായും CPIMന് പ്രതിപക്ഷ നേതൃസ്ഥാനമുള്ളപ്പോൾ അടുത്ത സ്ഥാനം, അത് ഉപനേതൃസ്ഥാനം CPIക്ക് തന്നെ വേണമെന്നുള്ള ആവശ്യമാണ് ദേശീയ നേതൃത്വത്തിനുമുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ രാഷ്ട്രീയ സാഹചര്യങ്ങളല്ല നിലവിൽ കേരളത്തിലുള്ളത്. അന്നൊക്കെ ഒരുപാട് വിട്ടുവീഴ്ച നടത്തിയിട്ടുള്ള പാർട്ടിയാണ് CPI. കൂടുതൽ കക്ഷികളെ അത് LDFിലേക്ക് അംഗീകരിക്കുന്നതിന് വേണ്ടി കയ്യിലുണ്ടായിരുന്ന വകുപ്പുകൾ പോലും മറ്റ് പാർട്ടികൾക്ക് നൽകി. അങ്ങനെ ഒരുപാട് ത്യാഗം സഹിച്ചായിരുന്നു മുന്നണിക്കകത്ത് നിന്നത്. മുന്നണിക്കകത്ത് CPIയെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം അത് CPIMനുണ്ട്. പക്ഷേ അതിന്റെ ലംഘനം ഇപ്പോൾ നടക്കുന്നുണ്ട്. മുന്നണി മര്യാദയുടെ ലംഘനമാണ് ഇന്നലത്തെ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനത്തിൽ നിന്നും ഉണ്ടായത്. അതൊരു അമർഷമായി തന്നെ ദേശീയ നേതൃത്വം ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ ആശങ്കകളൊക്കെ ഒന്നുകൂടി CPIMന്റെ ജനറൽ സെക്രട്ടറി M.A. ബേബിയെ അറിയിക്കാനാണ് D. രാജയുടെ തീരുമാനം. എന്നിട്ടും വഴങ്ങില്ലെങ്കിൽ മറ്റ് കടുത്ത നിലപാടിലേക്ക് പോകുമെന്ന് കൂടി പറയുകയാണ് CPI ദേശീയ നേതൃത്വം. കാരണം 2006 സാഹചര്യമല്ല പിന്നീട് 2011 16 അങ്ങനെയല്ല ഉണ്ടായത്. 21 മറ്റൊരു സാഹചര്യമാണ് ഉണ്ടായത്. 26 ആദ്യമായിട്ടാണ് 35 സീറ്റുകളിലേക്ക് LDF ഒതുങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ കൂട്ടായ ഉത്തരവാദിത്തമാണ് ഏറ്റെടുക്കുന്നത്. അതായത് CPIM ഏതെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ എവിടെയെങ്കിലും പറഞ്ഞാൽ അത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ CPIക്കാണ്. CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ പോലും CPIMന്റെ ചില നേതാക്കളുടെ പരാമർശങ്ങൾ അത് വെല്ലുവിളിയായി മാറുന്നുണ്ട്. അങ്ങനെ അത്തരത്തിലേക്ക് ത്യാഗങ്ങൾ സഹിച്ചു പോകുന്ന ഒരു പാർട്ടിയെ തഴയാൻ എങ്ങനെ സാധിക്കുന്നു എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. പ്രതിപക്ഷ ഉപനേതൃ പദവി ഇല്ലെങ്കിൽ പല പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കാൻ തന്നെ തീരുമാനത്തിലേക്ക് വരുന്നു. ഇന്ത്യ സഖ്യത്തിന് മുറുമുറുപ്പുണ്ട് എന്നത് ഏറ്റവും പ്രധാനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം കൂടി യോജിച്ച് ഒരു പോരാട്ടത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പോകുന്നു എന്ന് പറയുമ്പോൾ സംസ്ഥാനത്ത്, അതായത് കേരളത്തിലെ ഒരു പ്രതിപക്ഷ ഉപനേതൃ തർക്കം ദേശീയ തലത്തിൽ മാഞ്ഞടിച്ചാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു തർക്കമില്ല. എന്തായാലും ഒന്നാമത് മുന്നണി എന്ന നിലയ്ക്കും പാർട്ടി എന്ന നിലയ്ക്കും ഇരുപക്ഷവും ലോപിച്ച് ചെറുതായിരിക്കുന്ന അവസ്ഥയാണ്. പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഒരുപാട് സാഹചര്യങ്ങൾ, സംസ്ഥാന സർക്കാരിനെതിരെ പോരാട്ടം നടത്തേണ്ട സാഹചര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ CPI ഇപ്പോൾ വല്ലാതെ അപമാനിക്കപ്പെട്ടു എന്ന ഒരു ഫീലിംഗിലാണ് ഉള്ളത്. ഇന്നലത്തെ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ നമ്മുടെ പ്രതിനിധി ജേസൺ ചാമളപ്പിൽ ചോദിച്ച ചോദ്യത്തിനാണ് വളരെ വ്യക്തതയോടുകൂടി പിണറായി വിജയൻ പറഞ്ഞത്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് ഉറപ്പായിട്ടും അത് CPIMനായിരിക്കും, ഞാനാണല്ലോ എഴുതി കൊടുക്കുക എന്നത്. അത് ഒരു അപമാനമായിട്ടാണോ CPI വിലയിരുത്തുന്നത്? ഇനിയിപ്പോൾ ഈ ED വിഷയത്തിലടക്കം അവരുടെ നിലപാട് ED വരുന്നത് രാഷ്ട്രീയമായിട്ടല്ല, രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയല്ല എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറം കടക്കാനുള്ള സാധ്യതയും ഇനി കൂടുകയല്ലേ റഹീസ്? സ്മൃതി, CPIയുടെ പ്രധാനപ്പെട്ട പ്രശ്നം ആ പദവി ഇനി കിട്ടുമോ ഇല്ലയോ എന്നതിനപ്പുറം CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് ഒരു തരത്തിലും പിന്നോട്ട് പോകേണ്ടതില്ല. ആ CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളോട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ന സന്ദേശമാണ് അവർ നൽകുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അവരുടെ നേതൃയോഗം ചേർന്ന്
എന്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കും. നിലവിൽ സെപ്റ്റംബർ 10-നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിളിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ദേശീയ തലത്തിൽ സമരമുണ്ട്, ഓണങ്ങളുണ്ട്. അതുകൊണ്ടാണ് അത്രയും ദിവസം നീണ്ടുപോയത്. അത് ചിലപ്പോൾ മുമ്പത്തേക്ക് ആക്കും, കുറച്ച് ദിവസം മുന്നിലാക്കി ഒരു തീരുമാനത്തിലേക്ക് പോകും. ഇപ്പോൾ പാർട്ടിയുടെ ആലോചനയിലുള്ളത് LDF എന്ന നിലയിലുള്ള ഒരു പരിപാടിക്കും, LDF യോഗത്തിനോ LDF എന്ന നിലയിൽ നടത്തുന്ന സംസ്ഥാന സർക്കാരിനെതിരായ പ്രതിഷേധത്തിലോ ഒന്നും പങ്കെടുക്കേണ്ടതില്ല. മുന്നണിക്കകത്ത് ടെക്നിക്കലായി നിൽക്കുന്നു, സ്വന്തം നിലയിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്ന ആലോചനയിലേക്ക് ആ പാർട്ടി പോവുകയാണ്. അവരെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഇനി കിട്ടിയില്ലെങ്കിൽ അത് ആ പാർട്ടിയുടെ ലീഡർഷിപ്പിനെ അണികൾ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് എത്തും. കാരണം ഞങ്ങളത് വാങ്ങിയെടുക്കുമെന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ബിനോയ് വിശ്വം 1, 2, 3, 4 തവണയല്ല നിരവധി തവണ പറഞ്ഞു. എന്നിട്ടത് വാങ്ങിയെടുക്കാൻ പറ്റാതെ CPIM പറയുന്നതിനൊപ്പം ആ മുന്നണിയിൽ നിൽക്കുക എന്നത് ആത്മഹത്യാപരമായിരിക്കും എന്ന വിലയിരുത്തലാണ് CPIMന്റെ നേതാക്കൾക്കെല്ലാം ഉള്ളത്. സ്മൃതി. ശരി, റാഹിസ് റഷീദും ഒപ്പം തന്നെ അഭിനന്ദമാണ് വിവരങ്ങൾ നൽകിയത്.